ഇനി ഡൽഹിയിൽ നിന്ന് വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, പുതിയ റിപ്പോർട്ടുകൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും SKN ശക്തമായിട്ടുള്ള തിരിച്ചടി രാജ്യം തുടരുക തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന ഒരു വിവരം, ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കി എന്നുള്ളൊരു അറിയിപ്പ് കൂടി ലഭ്യമായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ രാജസ്ഥാനിൽ പാക് മിസൈൽ തകർത്തതായ ഒരു വിവരം കൂടി ലഭ്യമായിരിക്കുന്നുണ്ട്. ജലന്ധറിൽ ഡ്രോൺ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചണ്ഡീഗഡിൽ ഉടൻ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുന്ന ഒരു വിവരം കൂടി ലഭ്യമായിരിക്കുകയാണ്. ആ മേഖലയിലും ഈ അലാം സൈറൻ മുഴങ്ങിയിരിക്കുന്നു. ചണ്ഡീഗഡിലും ഒപ്പം തന്നെ മൊഹാലിയിലുമാണ് സൈറൻ മുഴങ്ങിയിരിക്കുന്നത്. ശ്രീനഗർ വിമാനത്താവള പരിസരത്ത് നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ശ്രീനഗറിലെ വിമാനത്താവളത്തിലെ മേഖലകളിലും. ഒപ്പം തന്നെ ജമ്മുവിലെ ഈ നഗര മേഖലകൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വിവരം കൂടി, അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ നിരവധി മേഖലകളിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. കനത്ത പീരങ്കി വെടിവെപ്പ് ശ്രീനഗറിൽ കൂടി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു എന്ന വാർത്ത ബാരാമുള്ളയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നതോട് വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ബൽറാം, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ബാരാമുള്ളയിൽ നിന്നാണ് ബൽറാം നമുക്കൊപ്പം ചേരുന്നത്. പറയൂ. SKN ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ശ്രീനഗറിലെ വിമാനത്താവളത്തിൽ പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശ്രീനഗറിൽ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സൈറൻ ഇതുവരെയും മുഴങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ശ്രീനഗർ നഗരത്തിൽ എവിടെയും വൈദ്യുതി ഇല്ല. അതീവ ജാഗ്രതാ നിർദ്ദേശം ശ്രീനഗർ വിമാനത്താവള പരിസരത്ത് പുലർത്തുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഒരു ജാഗ്രതാ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീനഗർ നഗരത്തിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുത ബന്ധം പൂർണ്ണമായും തന്നെ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നഗരങ്ങൾ പൂർണ്ണമായും തന്നെ ഇരുട്ടിലാണ്. ഏതാണ്ട് വാഹനങ്ങളുടെ വെളിച്ചം മാത്രമാണ് കാണാൻ കഴിയുക. ഈ നേരത്തെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് ഈ മേഖലയിൽ നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപന നടപടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീനഗറിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ശ്രീനഗർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടായാൽ അത് ലക്ഷ്യം കാണാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് പൂർണ്ണമായും ശ്രീനഗർ നഗരത്തിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് നഗരങ്ങളിൽ ഈ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നേരത്തെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാരാമുള്ളയിലും ഉറിയിലും പൂഞ്ചിലും ഉൾപ്പെടെ വൈകിട്ട് 7 മണിയോടെ തന്നെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീനഗറിലും ഇപ്പോൾ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ ജാഗ്രതയിലാണ്. അതീവ ജാഗ്രത പുലർത്തുകയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. പാകിസ്ഥാൻ വീണ്ടും ഒരു ദുസ്സാഹസത്തിന് മുതിർന്നിരിക്കുന്നു. ഇന്ത്യ ലക്ഷ്യമാക്കി ഇന്ത്യയുടെ നഗരങ്ങളും ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ന് ഇന്ത്യൻ ആകാശത്തിലേക്ക് ബൽറാം നെടുങ്ങാടി, താങ്കളേക്ക് ഞാൻ മടങ്ങി വരാം.